ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ്സ് വീഡിയോകളിലും ഗ്രാഫിറ്റിയിലും ശത്രുക്കളെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചുവന്ന വിപരീത ത്രികോണ ചിഹ്നം നിരോധിച്ച് ജർമ്മൻ പാർലമെന്റ്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ചുവന്ന ത്രികോണം നിരോധിക്കാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഈ ചിഹ്നം ജൂതർക്കും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും പ്രതിജ്ഞാബദ്ധരായ ജനങ്ങൾക്കും ഭീഷണിയാണെന്നും പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് നിരോധിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളായ ഗ്രീൻസ്, ലെഫ്റ്റ്, AFD എന്നിവ പ്രമേയത്തെ എതിർത്തു. യൂറോപ്പിൽ ഏറ്റവും അധികം പലസ്തീനുകൾ താമസിക്കുന്ന സ്ഥലമാണ് ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ. ഒക്ടോബർ 7 ശേഷം നിരവധി തവണ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രതിഷേധങ്ങൾ നിരോധിക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ് ജർമ്മൻ സർക്കാർ. പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ഫ്രീ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട ബെർലിൻ മേയറെയും മറ്റ് ഇസ്രായേലി അനുകൂല അക്കാദമിക് വിദഗ്ധരെയും രാഷ്ട്രീയക്കാരെയും ലക്ഷ്യമിട്ട ചുവന്ന ത്രികോണാകൃതിയിലുള്ള ചിഹ്നം സമരക്കാർ ഉപയോഗിച്ചിരുന്നു. പലസ്തീന്റെ പതാകയിലുള്ള ത്രികോണ ചിഹ്നമാണ് അൽ-ഖസാം ബ്രിഗേഡ് ഉപയോഗിക്കുന്നതെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഗാസ ആക്രമണം ആരംഭിച്ച് 9 മാസം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇസ്രായേൽ വൻ പ്രതിഷേധം അരങ്ങേറി. ഞായറാഴ്ച രാജ്യത്തുടനീളം ഹൈവേകൾ പ്രതിഷേധക്കാർ തടഞ്ഞു. ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. രാവിലെ 6:29 ഇസ്രായേലിൽ തടയൽ ദിന സമരം ആരംഭിച്ചത്. പ്രധാനപ്പെട്ട റോഡുകൾ തടയുകയും പാർലമെന്റ് അംഗങ്ങളുടെ വസതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തു. നെതന്യാഹുവിന്റെ മന്ത്രിസഭാംഗമായ റോൺ ഡെൻമാർക്കിന്റെ വസതിക്ക് മുന്നിൽ ഉൾപ്പെടെയാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. സമ്പൂർണ്ണ പരാജയമെന്ന ബാനറുകളും ഇവർ ഉയർത്തി. പല തിരക്കേറിയ തെരുവുകളിലും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ടെലവീവ് ജെറുസലേം ഹൈവേയിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു. കൊല്ലപ്പെടുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തവരുടെ പ്രതീകമായി ഗാസ അതിർത്തിക്ക് സമീപം കറുപ്പും മഞ്ഞയും നിറമുള്ള 1500 ബലൂണുകൾ പറത്തി. 9 മാസമായിട്ടും ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ലെന്ന് കറുത്ത ദിനമാണിതെന്ന് പ്രതിഷേധക്കാരിൽ ഒരാളായ ഹന്ന ഗോലാൻ പറഞ്ഞു. 120ഓളം ഇസ്രായേലികളെയാണ് ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നതെന്നാണ് സൂചന. നവംബറിൽ താൽക്കാലിക വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം 100-ലേറെ ബന്ദികളെ ഹമാസ് നേരത്തെ വിട്ടയച്ചിരുന്നു. ആയിരക്കണക്കിന് പലസ്തീനികളും ഇസ്രായേൽ തടവറകളിൽ കഴിയുന്നുണ്ട്. US അവതരിപ്പിച്ച പുതുക്കിയ വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിൽ പ്രതിഷേധം വീണ്ടും രൂക്ഷമായത്. സ്ഥിരം യുദ്ധവിരാമമില്ലാതെ ഏതുതരം വെടിനിർത്തൽ കരാറിനുമില്ലെന്ന നിലപാട് ഹമാസ് ഉപേക്ഷിച്ചതായി സംഘടനാ പ്രതിനിധികളും ഈജിപ്ത് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിച്ചാൽ തുടർ ചർച്ചകൾക്ക് വേദിയൊരുക്കുമെന്നാണ് മധ്യസ്ഥർ നൽകുന്ന സൂചന. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം വീണ്ടും ശക്തമാക്കി. യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 38,098. എന്നാൽ ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് 200-ന് മുകളിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് വ്യാഴാഴ്ച ആക്രമണം നടത്തിയത്. ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം. 9 മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ 3ാമത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണ് നാസർ. അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ, അൽ ജലീലി മേഖല, സഫത്ത്, നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെ ഹിസ്ബുള്ള വ്യാഴാഴ്ച ആക്രമിച്ചു. കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കൂടാതെ ബുർക്കാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു. ഒക്ടോബർ 7 ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. സംഭവത്തിൽ വടക്കൻ ഇസ്രായേലിലെ 2 വനിതകൾക്ക് പരിക്കേറ്റതായി ഇസ്രായേലി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ മേഖലയിൽ 20 മിനിറ്റിനിടെ 7 അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു. അതേസമയം ഗോലാൻ കുന്നുകളിലും അൽ ജലീലുണ്ടായ ഒരു ആക്രമണത്തിൽ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ മേഖലയിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.